നരബലി കേസിൽ പ്രതികളുടെ വിടുതൽ ഹർജി ഇന്ന് കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. ഇന്ന് ഈ കേസിൽ വിധി പറയുകയാണ്. പ്രതികളായ മുഹമ്മദ് ഷാഫി, ഭഗവത് സിംഗ്, ലൈല എന്നിവരാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. നവമി, ഈ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തിയും ഒക്കെയാണ് കുറ്റസമ്മത മൊഴി കൊടുത്തത് എന്ന് ഈ പ്രതികൾ ആവർത്തിച്ച് പറയുമ്പോഴും ഒരുപാട് തെളിവുകൾ ഇവർക്കെതിരെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വിധി അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതല്ലേ? ശ്രീജയ്, കേസ് അന്വേഷണത്തിന്റെ തുടക്കം മുതൽ തന്നെ പോലീസിന്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. ഇതൊരു നരബലിയാണ്, ഇരട്ട നരബലിയാണെന്ന് കൃത്യമായി പോലീസിന്റെ കയ്യിൽ തെളിവുകളുണ്ട്. CCTV ദൃശ്യങ്ങളുണ്ട്, സാക്ഷിമൊഴികളുണ്ട്. അതിന്റെ അന്വേഷണത്തിൽ തന്നെയാണ് ഇവരെ മൂന്നുപേരെയും പ്രതിയാക്കിക്കൊണ്ട് പോലീസ് തുടരന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നത്. എന്നാൽ ഇത് വിടുതൽ ഹർജി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 3 പ്രതികളും കോടതിയെ സമീപിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന വാദത്തിൽ വിശദമായിട്ടുള്ള ഒരു വാദം അഡീഷണൽ സെഷൻസ് കോടതിയിൽ നടന്നിരുന്നു. അതിൽ പ്രതികൾ ആവർത്തിച്ച് പറയുന്നത് ഇതിൽ കുറ്റസമ്മതം നടത്തിയത് അത് പോലീസിന്റെ തന്നെ വലിയൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നു. ബലപ്രയോഗത്തിലൂടെയാണ് തങ്ങൾക്ക് ഈ കുറ്റസമ്മതം മൊഴി നൽകിയത്. ഇതിൽ തങ്ങൾ നിരപരാധിയാണെന്നാണ് പ്രതികൾ ആവർത്തിച്ചത്. പക്ഷേ പ്രോസിക്യൂഷനെതിരെ പൂർണ്ണമായും ഖണ്ഡിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു വാദം നടന്നത്. ഇവർക്കെതിരെയുള്ള തെളിവുകൾ, CCTV ദൃശ്യങ്ങൾ ഇതെല്ലാം കൃത്യമായി കോടതിയെ ബോധിപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിയുകയും ചെയ്തു. എന്തായാലും ഈ വിടുതൽ ഹർജിയിൽ 11 മണിയോടുകൂടിയായിരിക്കും അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയുക. ഇവർക്ക് ഈ കോടതിയിൽ ഈ കേസിൽ നിന്നും ഇവരെ വിടണം എന്നുള്ളൊരു ആവശ്യം അത് എത്രമാത്രം കോടതി പരിഗണിക്കാനാകും, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതിയാകും. ശ്രീജ. ശരി നവമി. ദിനേശാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.